ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെവരെ ഞാൻ ചേർന്ന് സാധന ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി വലിയ ദൈവരായ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് UK നിന്നും ടിൻഡുസസ് ആണ്. പ്രത്യേകിച്ച് തൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് തൻ്റെ മകൻ്റെ 2ാമത്തെ ബർത്ത്ഡേ ആണ്. നവീൻ്റെത് ജൂൺ 7-ാം തീയതി. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ ബർത്ത്ഡേ വിഷസുകൾ ആശംസിക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു നവീൻ. കർത്താവ് എല്ലാ നിലയിലും മാനിക്കട്ടെ. കർത്താവ് ഈ വർഷം ഒരു അനുഗ്രഹമാക്കി കുഞ്ഞിൻ്റെ ജീവിതം മാറ്റട്ടെ. കർത്താവെ കുടുംബത്തിന് തന്നെ കുഞ്ഞൊരു അനുഗ്രഹമായി തീരേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ തൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് ടിൻഡുസസിൻ്റെ സഹോദരൻ ഇപ്പോൾ കാനഡയിലായിരിക്കുന്നു. തൻ്റെ അവിടെ പഠിക്കുവാൻ കടന്നുപോയതാണ്. പഠനം കഴിഞ്ഞു. അവിടെ ജോലി ലഭിക്കേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അവന് വേണ്ടി ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെടേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയരെ, ദൈവത്തിൻ്റെ വലിയ കരം, ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തത വെളിപ്പെടേണ്ടതിനായിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ കണ്ണുകളൊന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ടിൻഡുസസിനായി പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ അത്ഭുത വഴി അങ്ങ് തുറക്കണമേ. തമ്പുരാനെ അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വിശ്വസ്തത വെളിപ്പെടുത്തണമേ, അങ്ങയുടെ കരം വെളിപ്പെടുത്തണമേ. അപ്പാ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ കർത്താവെ, വിശ്വസിച്ചുകൊണ്ട് ടിൻഡുസസിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് തൻ്റെ മകൻ നബീന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ബർത്ത്ഡേ മുതൽ എല്ലാ നിലയിലുള്ള കരുതൽ ആ കുടുംബത്തിൽ വെളിപ്പെടണമേ. അപ്പാ, സമാധാനം വെളിപ്പെടണമേ, സന്തോഷം വെളിപ്പെടണമേ, ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ടിൻഡുസസിനെ ഹസ്ബൻഡിനെ ഏൽപ്പിക്കുന്നു, ഈ മകനെ ഏൽപ്പിക്കുന്നു. അതേപോലെ ഞങ്ങൾ കാനഡയിലായിരിക്കുന്ന സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ ഈ മിനിറ്റിൽ ആ മകൻ്റെ മേലിൽ വെളിപ്പെടണമേ. അപ്പാ, പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തോട് അടുക്കുകയാണ്. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിനകത്തും ഹല്ലേലൂയ കർത്താവെ അങ്ങ് മറുപടി തരുന്നതിനായി നന്ദി. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ന്റെ 3-ാമത്തെ വാക്യം പറയുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമരുളും. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഈ മിനിറ്റിൽ അങ്ങയുടെ പാദപീഠത്തിലോട്ട് ഈ വിഷയങ്ങളെ വയ്ക്കുകയാണ്. ഞങ്ങൾക്ക് മറുപടി തരുന്ന, ഞങ്ങൾക്കൊരത്ഭുതം ചെയ്യുന്ന, ഞങ്ങളുടെ വഴികളെ തുറക്കുന്ന ദൈവത്തെ ഞങ്ങൾ ഏൽപ്പിക്കുന്നപ്പാ. ആ മകന് വേണ്ടി ഒരത്ഭുത വഴി, ജോലി ആ ദേശത്തിൽ കൊടുക്കുന്നതിനായി സ്തോത്രം. യേശു ഇത് ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഇവർക്കും മാറ്റം കൊടുക്കുന്നതുമായ തമ്പുരാൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ച എല്ലാ വിധങ്ങൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ ഒന്നുമല്ല പ്രിയരെ, കർത്താവിൻ്റെ വലിയ കരമാണ് ഈ മിനിസ്ട്രിയിൽ നിൽക്കുന്നത്. കഴിഞ്ഞ 2012 മുതൽ ഇതുവരെയും ദൈവം വിശ്വസ്തനായി മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകുന്നു. പല മേഖലകളിൽ നിന്നു പോകുന്നു. ഇനി വഴി തുറക്കത്തില്ലെന്നൊക്കെ തോന്നിയ ദിവസങ്ങളുണ്ട്. പക്ഷേ അവിടെയെല്ലാം എനിക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുന്ന, താമ്രക്കഥകളെ തകർത്ത് ഇരുമ്പുടമ്പലുകളെ കണ്ണിച്ച് കളയുന്ന എൻ്റെ കർത്താവിൻ്റെ കരം, ഹല്ലേലൂയ, എൻ്റെ വലത് കരത്തിൽ പിടിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കരം ഇന്ന് ഈ എപ്പിസോഡ് ശ്രദ്ധിക്കുന്ന നിങ്ങളോടും പരിശുദ്ധാത്മാവിന് പറയാനുണ്ട്. നിങ്ങൾ ആശ്രയിക്കാമെങ്കിൽ ഏതെല്ലാം വഴികൾ അടഞ്ഞാലും ഒരു വഴി നിനക്ക് വേണ്ടി തുറക്കും. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഭൂമിയിലെ അല്ലെങ്കിൽ ഉലകത്തിലെ വഴി അടഞ്ഞു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഉയരത്തിലെ വഴി നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. ഇസ്രായേൽ മക്കളോട് ചോദിച്ചാൽ അവർ ഒരുമിച്ച് പറയും, ഇനി ഞങ്ങൾക്ക് മുമ്പിൽ വഴിയില്ല, എല്ലാം അവസാനിച്ചതുപോലെയാണ്. അവർ മുമ്പിൽ ചെങ്കടലും പിറകിൽ ഫറവോൻ സൈന്യവും സൈഡിൽ മലയുമായി നിൽക്കുകയാണ്. വഴിയില്ല എന്ന് പറഞ്ഞ് അവർ നിൽക്കുമ്പോൾ അവരെ വിളിച്ചിറക്കിയ മോശ വിളിച്ചു പറയുന്നു, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന രക്ഷയെ നിങ്ങൾ കണ്ടുകൊള്ളുക. എന്ന് കണ്ട മിസ്രൈമിനെ ഇനി നിങ്ങൾ ഒരു നാളും കാണത്തില്ല. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എല്ലാ വഴികളും തുറക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ഉറച്ച ഹൃദയമാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഈ നിങ്ങളുടെ വീട്ടിൽ വാഹനം കാണാം. നിങ്ങൾ ഹല്ലേലൂയ ആ റോഡിൽ വാഹനങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം റിവേഴ്സ് ഗിയറുണ്ട്.
ഹല്ലേലൂയ. ഒരു വഴി തെറ്റാൻ തോന്നിയാൽ റിവേഴ്സായിട്ട് വന്നിട്ട് തിരിച്ച് നേരെ പോകാൻ പറ്റും. പക്ഷേ ക്രിസ്തീയ ജീവിതത്തിൽ യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളോടും ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഈ വാഹനത്തിന് റിവേഴ്സ് ഇല്ല. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തെറ്റുപറ്റിയെന്ന് പറയുന്നവരുണ്ടാകാം, എല്ലാം അവസാനിച്ചു, എനിക്കതെല്ലാം പറ്റിപ്പോയി എന്ന് പറയുന്നവരുണ്ടാകാം. എന്നാൽ അവിടെ നിന്നും വിളിച്ച് യേശുവെ എന്ന് വിളിക്കുന്നവർക്ക് വേണ്ടിയും വഴി തുറക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ഈ എപ്പിസോഡിൽ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത്. എന്നെ ശ്രദ്ധിക്കുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇതേപോലെ ഇസ്രായേൽ മക്കൾ ചെങ്കടലിന് മുമ്പിൽ വന്ന് ഇന്ന് പിറുവിറുക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് അവിടെ മരിച്ചാൽ മതിയായിരുന്നു, അവിടെ കല്ലറ ഉണ്ടായിരുന്നു. ഈ മരുഭൂമിയിൽ മരിക്കേണ്ടതിന് വേണ്ടിയാണ് മോശയോട് പിറുപിറുക്കുകയാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. പക്ഷേ മോശ പറയുന്നു, ഉറച്ചു നിന്നോ. ആ രാത്രിയിൽ ഇസ്രായേൽ മക്കൾക്കും മോശയ്ക്കും വേണ്ടി ദൈവം ഒരു അത്ഭുത വഴി തുറക്കുകയാണ്. കാരണം മോശയോട് ദൈവം പറയുക, എൻ്റെ ജനത്തോട് മുമ്പോട്ട് പോകാൻ പറ. ഹല്ലേലൂയ. ഇന്നും നിങ്ങളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിലെല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ എൻ്റെ ദൈവം പുതിയൊരു വഴി തുറക്കും. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഇന്നലത്തേത് ഓർത്ത് ഭാരപ്പെടേണ്ട. ജീവിതത്തിനകത്ത് വന്നുപോയ ആ കളിപ്പിക്കപ്പെട്ട അനുഭവം, പരാജയപ്പെട്ട അനുഭവങ്ങളെല്ലാം മറന്നിട്ട് കർത്താവിനെ വിശ്വസ്തയോടൊന്ന് വിളിച്ച് മരുഭൂമിയിൽ ഹാഗാറിനോടും ഇശ്മായിലിനോടും ചോദിച്ചാൽ പറയും, ഹാഗാർ പറയും, ഈ കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണാൻ വയ്യ, എല്ലാം അവസാനിച്ചെന്നാണ് തോന്നുന്നത്. ഹല്ലേലൂയ. ആ നിലയിൽ നിൽക്കുമ്പോൾ ഇതാ ദൈവത്തിൻ്റെ ദൂതൻ ഹാഗാറിനോട് പറയാണ്, ഹാഗാറെ, നിനക്കെന്ത്? ബാലൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. ഒന്നുകൂടെ ഞാൻ നിങ്ങളോട് ആത്മാവിൽ വിളിച്ചു പറയുന്നു, മരുഭൂമിയിൽ ഒരു വഴിയും തുറക്കാൻ ചാൻസ് ഇല്ല. അവിടെ ദാഹജലത്തിന് ഒരു മാർഗമില്ലാത്ത സ്ഥലമാണ്. പക്ഷെ നിന്റെ കണ്ണുനീരിൻ്റെ നടുവിൽ ഇതാ മരുഭൂമിയിൽ ഒരു ഉറവ ദൈവം തുറക്കുകയാണ്. ബർശേബ മരുഭൂമിയിൽ ഹല്ലേലൂയ ഉഴന്നു നടന്ന ഹാഗാറിനും ഇശ്മായേലിനും വേണ്ടി ഇതാ ആ മരുഭൂമിയിൽ ആരും കാണാത്ത നിലയിൽ എൻ്റെ ദൈവം ഒരു ഉറവയെ ഒളിപ്പിച്ചിട്ടിരിക്കുകയാണ്. ഞാൻ ആത്മാവിൽ ആരോടൊക്കെയോ ദൂത് വിളിച്ച് പറയാണ്, എല്ലാം തീർന്നു എന്ന് പറയുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും കാണാത്ത ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെടാൻ പോവുകയാണ്. വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ സ്വീകരിക്കുക. ഇസ്രായേൽ മക്കൾ ഇതേപോലെ ആ ചെങ്കടലിൽ കയറിയ ശേഷം, ചെങ്കടലിൽ കയറുമ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, അതുവരെയും അവരുടെ ജീവിതത്തിനകത്തൊരു അവകാശം ഉണ്ടായിരുന്നു. അവകാശം എന്ന് പറഞ്ഞാൽ മുമ്പോട്ട് വിടത്തില്ലെന്നും എന്നും വെല്ലുവിളിക്കുകയും കണ്ണുനീരിൽ ആഴ്ത്തുകയും ചെയ്യുന്ന ഒരു ഫറവോനി അവകാശം. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എന്നെ കാണുന്ന ചിലവരുടെ ജീവിതത്തിനകത്തും ഇതേപോലെ ഹല്ലേലൂയ അവകാശങ്ങളുണ്ട്. ഹല്ലേലൂയ. അവരെത്ര ശ്രമിച്ചാലും ഉയരാത്ത രീതിയിൽ അദൃശ്യ മണ്ഡലത്തിൽ പിടിച്ചു നിർത്തുന്ന ഒരു പാരമ്പര്യം. ഹല്ലേലൂയ. അവരെത്ര ശ്രമിച്ചാലും മുമ്പോട്ട് വിടാത്ത ഒരു ഇരുട്ടിൻ്റെ ശക്തി. പക്ഷേ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കയറി കഴിഞ്ഞപ്പോൾ അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി, ഇനി ആ അവകാശം ഞങ്ങളുടെ പുറകെ വരത്തില്ല. കാരണം ഫറവോൻ അല്ലെങ്കിൽ ആ ചെങ്കടലിൽ അവസാനിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, രക്ഷയും സ്നാനവും, വിശ്വാസ സ്നാനം എന്ന് പറയുന്നത് ഹല്ലേലൂയ അത്ര സിമ്പിളായ കാര്യമല്ല പ്രിയരെ. ഹല്ലേലൂയ. ഒരുവൻ വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത്, കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ, നിങ്ങൾ ഈ ഇസ്രായേൽ മക്കൾ ആ അവകാശത്തിൽ നിന്ന് അക്കരെ കയറി ഹല്ലേലൂയ അവർ മക്കളായതുപോലാണ്, ദൈവത്തിൻ്റെ സ്വന്തം ജനമായി തീർന്നതുപോലാണ്. ചെങ്കടലിന് മുമ്പ് വരെയും ഫറവോൻ അവരെ അവകാശം പറഞ്ഞെങ്കിൽ ചെങ്കടൽ മുറിഞ്ഞ് അക്കരെ കയറുന്ന ജനത്തിന് ഒന്ന് പറയാനുണ്ട്, ഇനി ഞങ്ങൾ ദൈവത്തിൻ്റെ ജനമാണ്, ഇനി ഞങ്ങൾ അവകാശികളാണ്, ഞങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഞങ്ങളെ ഭയപ്പെടുത്തിയ ശക്തി ചെങ്കടലിൽ അവസാനിച്ചു. നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഈ ദിവസങ്ങൾ ജീവിക്കാമെങ്കിൽ, തീരുമാനമെടുക്കാമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതേപോലെ ചില ഫറവോനി ശക്തികൾ അവസാനിക്കുന്നത് കാണാൻ പറ്റും. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, അവിടെ പ്രതികൂലമില്ല, പ്രശ്നമില്ല എന്നുള്ളതല്ല. അവർ മുമ്പോട്ട് വീണ്ടും യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ദാഹജലമില്ലാത്ത അനുഭവം വന്നു. ഹല്ലേലൂയ. അവർ ദാഹജലമില്ലാതെ അവർ മാറയിലെത്തുകയാണ്. മാറയിൽ എത്തുന്ന സമയത്ത് തന്നെ അവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ മാറയിൽ ഹല്ലേലൂയ അവർക്ക് കുടിക്കാൻ കിട്ടിയ വെള്ളം കയ്പായിരുന്നു. അതുകൊണ്ടാണ് മാറ എന്നുള്ളത് പേര് വരുന്നത്. എന്നാൽ തൻ്റെ ജനം ആ മാറയിൽ വന്നതോടെ ഹല്ലേലൂയ മാറ മധുരമായി തീരുന്ന രീതിയിൽ ദൈവം അവിടെ ഒരു വൃക്ഷത്തെ നട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അവിടുത്തെ വെള്ളം നാളുകളായി കയ്പാണെങ്കിലും ഹല്ലേലൂയ അവിടുത്തെ വെള്ളം നാളുകൾ കുടിക്കാൻ കഴിയാത്തതാണെങ്കിലും ഇതാ ഇസ്രായേൽ മക്കൾ വരുന്നതോടെ അവരെ ദാഹം തീർക്കുന്ന രീതിയിൽ ആ വെള്ളത്തെ മധുരമാക്കുന്ന ദൈവം. അറിയാം, നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഇന്നലെ വരെയും നിങ്ങൾ കാണാത്തത് എന്തോ ഒന്ന് ഈ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുകയാണ്. കയ്പാണ് പാസ്റ്റർ, എല്ലാം കണ്ണുനീരിലാണ്, ഇനി മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നവർ ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സർവശക്തൻ്റെ കരുതൽ നിങ്ങൾ കാണാൻ പോവുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ, മോറിയ മലയുടെ മുകളിൽ അബ്രഹാമിന് വേണ്ടി കൊമ്പ് കാട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരാട്ടിൻ കൊറ്റനെ കരുതിയതുപോലെ നിങ്ങൾ മുമ്പോട്ടൊരു സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റുമെങ്കിൽ മടിക്കരുത്. ഈ ദിവസം
ദിവസങ്ങളിൽ ഒന്നുകൂടെ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ഈ ദിവസങ്ങളിൽ ഒന്നുകൂടെ ഉപവസിക്കാൻ തയ്യാറാകണം. എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്നത് കാണാൻ പറ്റും. എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കുന്നവർ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഒരത്ഭുത പ്രവൃത്തി വെളിപ്പെടേണ്ടതിനായിട്ട് കർത്താവേ, ഇന്ന് ഇതുവരെയും ഇവരുടെ ജീവിതത്തിൽ കാണാത്ത ചില കരുതലുകൾ ഇവരുടെ ജീവിതത്തിനകത്ത് ദൈവത്താൽ തുറന്നു വരേണ്ടതിനായിട്ട് നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവം ചില കരുതലുകൾ വെളിപ്പെടുത്താൻ പോവുകയാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില ഉറവകളെ തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇതാ ഇസ്രായേൽ ജനം ആ കയ്പെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു വൃക്ഷം, വർഷങ്ങളായി നട്ടിരിക്കുന്ന വൃക്ഷമാണ്. അവിടെ ആർക്കും അത് മനസ്സിലായിട്ടില്ല. പക്ഷെ ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെടുത്തുകയാണ്. ഞാൻ ഒന്നുകൂടെ വിളിച്ചു പറയാം, കാനാവിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. കാനാവിൽ ആ വീട്ടുകാർക്ക് മനസ്സിലാകാത്ത രീതിയിൽ കൽപാത്രത്തെയും അവിടുത്തെ വെള്ളത്തെയും ദൈവം തിരഞ്ഞെടുക്കുന്നത് പോലെ നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാത്ത നിലയിൽ കിടക്കുന്ന ചിലതിനെ കളർ മാറ്റി നിങ്ങളുടെ മുമ്പിൽ അത്ഭുതമാക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കരുതൽ ഇപ്പോൾ ഈ വചന സന്ദേശത്തിൽ വെളിപ്പെട്ടു വരികയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണോ? ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ വിളിച്ചു പറയാം, പത്രോസ് ഹല്ലേലൂയ കൂടെ നിന്നെല്ലാം കരമടച്ച് കാണാം. പത്രോസ് കരമടയ്ക്കാൻ മാർഗമില്ലാതെ ഓടി യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ ഞാൻ ഈ രഹസ്യമാണ് നിങ്ങളോട് ഇന്നത്തെ ഈ മെസ്സേജിൽ പറയുന്നത്. എന്തെല്ലാം പ്രതികൂലമുണ്ടെങ്കിലും എന്തെല്ലാം വിഷയമുണ്ടെങ്കിലും പതറാതെ തളരാതെ കർത്താവിൻ്റെ അടുക്കിലേക്ക് ഓടി വരാൻ തയ്യാറാകണം. വീണ്ടും ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. കാരണം മുമ്പിൽ നിൽക്കുന്ന എതിരുകളുടെ നടുവിൽ നിങ്ങളും ഞാനും കാണാത്തൊരു വഴി തുറക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. കാരണം ഹല്ലേലൂയ, ഇതാ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ്, അതാർക്കും അടച്ചുകൂടാ. ഹല്ലേലൂയ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും എൻ്റെ വചനത്തെ കാത്തു. ഹല്ലേലൂയ. വചനത്തിന് വേണ്ടി ദാഹിക്കുന്ന ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളോട് ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്ക ഫലം ദൈവം തുറക്കും. ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് വേണ്ടി ആർക്കും അടയ്ക്കാൻ പറ്റാത്തൊരു വാതിൽ തുറക്കും. വിശ്വസിക്കുക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാക്കനുസരിക്കാൻ പറ്റുന്ന നിനക്ക് വേണ്ടി, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ആശ്രയിക്കുന്ന നിനക്ക് വേണ്ടി നിന്റെ തലമുറയെ ദൈവം മടക്കി തരാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുക. യായിറോസിനോട് യേശു പറയാണ്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഹല്ലേലൂയ. ഈ തകർച്ചയിൽ, ഈ പ്രതികൂലത്തിൽ തീർന്നു എന്ന് നീ കേൾക്കുന്ന ആ ഭാഗങ്ങളിലെല്ലാം യായിറോസിനോട് പറഞ്ഞ അതേ ദൈവം ഇന്നും ജീവിച്ചുകൊണ്ട് നിന്നോട് പറയാണ്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. നീ കാണാത്ത കരുതൽ നിന്റെ വീട്ടിൽ ഇതാ അത്ഭുതമായി എഴുന്നേക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു മുഴുവനൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നപ്പാ, ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെട്ട് വരട്ടെ, ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെട്ട് വരട്ടെ. ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്നപ്പാ. ഇന്ന് ഞാൻ ഈ മെസ്സേജിനകത്ത് നിങ്ങളോട് വിളിച്ച് പറയുന്നത്, നിങ്ങൾ ഉറച്ചു മുമ്പോട്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ കർത്താവിന് വേണ്ടി ഹല്ലേലൂയ ഒന്നുകൂടെ ആ പ്രശ്നത്തിൻ്റെ നടുവിൽ, ആ പ്രതികൂലത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ കരുതൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ വിളിച്ചു പറയുന്നു, മുമ്പോട്ട് സ്റ്റെപ്പ് വെച്ചോ. ഇതിന് പിന്നിൽ ഗിയറില്ല. നിങ്ങൾ അത്ഭുതങ്ങൾ കണ്ടിരിക്കും. നിങ്ങൾ വാതിൽ തുറക്കുന്നത് കണ്ടിരിക്കും. എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു മുഴുവനൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, ഞങ്ങൾ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു തരികയാണ്. ഹല്ലേലൂയ. ദൈവം ഒരു അത്ഭുതം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നതിനായിട്ട് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ. കഴിഞ്ഞ 39 ദിവസമായി ഇസ്രായേൽ ഗോലിയാത്തിന്റെ വെല്ലുവിളിയിൽ ഓടി ഒളിക്കുകയാണ്. പക്ഷേ ദൈവത്തെ കൂടെ കൊണ്ട് നടക്കുന്ന, ദൈവമായിട്ട് നടക്കുന്ന ഒരു ബാലൻ ഹല്ലേലൂയ വെല്ലുവിളി കേട്ടപ്പോൾ അവന്റെ ദൈവത്തെ കൂട്ടുപിടിച്ച് ഹല്ലേലൂയ ആ പ്രതികൂലത്തിലോട്ട് ഓടി അടുക്കുകയാണ്. അവന് ഓടി ഒളിക്കാനോ അവന് പിറകിലോട്ട് പോകാനോ ഒന്നുമില്ല. അവൻ പറയുന്നു, എൻ്റെ ദൈവത്താൽ ഞാൻ ഇവനെ ജയിച്ചിരിക്കും. അത് തന്നെ ആ സങ്കീർത്തനത്തിൽ ദാവീദ് എഴുതി വെച്ചത്, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കിടക്കും, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവത്തെ കൂടെ കൊണ്ട് നടക്കുന്ന നിങ്ങൾക്ക് കൂടെ ദൈവത്തിന് പറയാനുണ്ട്, നീ പരാജയമല്ല കാണാൻ പോകുന്നത്. നിനക്ക് വേണ്ടി അദൃശ്യ മണ്ഡലങ്ങളിലുള്ള കരുതലുകൾ വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതിനകത്തൊരു വചനം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ മാർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം, ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴി ഒരുക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ വചനത്തെ അതുപോലെ സ്വീകരിക്കണം കേട്ടോ. ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുകയാണ്, അവൻ നിന്റെ വഴി ഒരുക്കും. ഹല്ലേലൂയ. യോഹന്നാൻ സ്നാപകനെ കുറിച്ചുള്ള വാക്യമാണിത്. എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് കണ്ണുകൾ അടച്ച്, കർത്താവേ, എനിക്ക് വേണ്ടി മുമ്പിൽ ചിലതിനെ കരുതിയെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. നമ്മൾ നോക്കുമ്പോൾ ഒരു വഴിയും കാണുന്നില്ല കേട്ടോ. ഹല്ലേലൂയ. പക്ഷെ പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ വഴി തുറക്കും. പ്രാർത്ഥിക്കുന്നതിന് മുമ്പിൽ
ഇതുവരെയും വെളിപ്പെടുത്താത്ത വാതിലുകൾ തുറക്കും. ഹല്ലേലൂയ. കാരണം അത് ദൈവം വെച്ചിരിക്കുന്ന കരുതലുകളാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഈ മിനിറ്റിലൊന്ന് ഹല്ലേലൂയ ഈ പദം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇതുവരെയുമുള്ള ജീവിതത്തിനകത്ത് എല്ലാം തകർച്ചയും പ്രശ്നങ്ങളും ഒക്കെ ആയിരിക്കാം. പക്ഷേ നിങ്ങൾ ഹല്ലേലൂയ ഈ ചാനൽ മാറ്റാതെ, അല്ലെങ്കിൽ ഹല്ലേലൂയ മീഡിയ മാർഗത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, കർത്താവെ ഉൽപ്പത്തി മുതൽ ഹല്ലേലൂയ വെളിപ്പാട് പുസ്തകം വരെയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഒറ്റയ്ക്കാക്കപ്പെട്ടെന്നു ജീവിതത്തിൽ ഇനി ഒരു വഴിയില്ലെന്ന് തോന്നി ഒത്തിരി പേരെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അവരെല്ലാം ദൈവസന്നിധിയിൽ മുട്ടുകുത്തിയപ്പോൾ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് വീഴുകയാണ്. ഇനി അവൻ്റെ മുമ്പിൽ ഒരു വഴിയില്ല. ഹല്ലേലൂയ ഒരു സിംഹം അല്ല അതിനകത്തുള്ളത്. ഹല്ലേലൂയ ഒരുപാട് സിംഹങ്ങളുണ്ട്. ഹല്ലേലൂയ ആ സിംഹത്തിന് ഒരാളെ കൊണ്ട് തികയത്തില്ല. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്നവരെ, പ്രാർത്ഥിക്കുന്ന ഭക്തൻ ഹല്ലേലൂയ ആ സിംഹക്കുഴിയിലോട്ട് വരുമ്പോൾ ഹല്ലേലൂയ അവൻ രാജാവിനോട് പറയാണ്, രാജാവേ ഹല്ലേലൂയ സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് അവയുടെ വായെ എൻ്റെ ദൈവം ദൂതനെ അയച്ച് അടച്ചു കളഞ്ഞു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറ, നിനക്ക് മുമ്പിൽ എല്ലാം അവസാനിക്കുമെന്നും നിന്നെ വിഴുങ്ങാൻ നിൽക്കുന്ന ഒത്തിരി കാര്യങ്ങൾ കാണാം. പ്രാർത്ഥിക്കുന്നവനാണ് താങ്കളെങ്കിൽ എന്നെ ശ്രദ്ധിച്ചോ, നിനക്ക് മുമ്പിൽ അവസാനിക്കുമെന്ന് പറഞ്ഞ ചെങ്കടലിന്റെ നടുവിൽ ഒരു വഴി ദൈവം തുറന്നിട്ടുണ്ട്. മുമ്പോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ എരിഹോ മതിലിന്റെ മുമ്പിൽ അത്ഭുത വഴി നീ കാണാൻ പോകുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് 12 വർഷത്തെ പരാജയത്തെ നീ ജയിക്കാൻ പോകുകയാണ്. കാരണം നീ അടുക്കുന്നത് കർത്താവിൻ്റെ അടുക്കലാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിങ്ങൾ എത്ര പേർ ഉറച്ചു നിന്ന് കർത്താവിനോട് പറയും, കർത്താവേ ഏതെല്ലാം സാഹചര്യങ്ങളാണെങ്കിലും ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്യാണ്. ഹല്ലേലൂയ. കാരണം യെശയ്യാവ് 43-ാം അധ്യായം 18-ാമത്തെ വാക്യം പറയുന്നു, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കേണ്ട, ഇതാ ഞാൻ പുതിയതായി ഒന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അതറിയുന്നില്ലയോ? മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്തും നദികളും ഉണ്ടാക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്നവരെ, എൻ്റെ ദൈവത്തിന് പുതിയത് ചെയ്യാൻ പറ്റും. ഞാനിത് വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങളോട് ഈ വചനം പറയുന്നത്. എൻ്റെ ദൈവത്തിന് പുതിയത് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. ഇന്നലത്തതെല്ലാം മറന്നുകൊണ്ട് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നു. പ്രാർത്ഥിച്ചാട്ടെ. അത്ഭുത സാക്ഷ്യത്തിന് ശേഷം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. കടന്നു വന്നാട്ടെ. ഞാൻ കേച്ചേരിയിലൊരു ബിൽഡിംഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉദ്ഘാടനത്തിന് ക്യാഷ് തികയേണ്ടായപ്പോൾ ഞാനതങ്ങനെ പതുക്കെ ലാഗ് ചെയ്ത് പോവുക. അപ്പോൾ പാസ്റ്റർ എന്നോട് പറഞ്ഞു, ഉദ്ഘാടനത്തിനൊരു ദൂതനെ ഞാൻ വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാനപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അത് ഏറ്റെടുത്തിട്ട് 2 കുറി മുടങ്ങിയെടുക്കണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരു 8 തവണയും മുടങ്ങിയെടുക്കണേ. അപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു, ആ കുറി അവിടെ നിന്ന് ലോൺ തന്ന് പുതുക്കിയെടുക്കാം, എടുത്തിട്ട് കുറി കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ അത് ആ ചാൻസ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആ കുറി അവിടെ നിന്ന് തന്നെ ലോൺ എടുത്തിട്ട് കുറി വെച്ചു കണ്ടിന്യൂ ചെയ്തത് ആദ്യത്തെ ഇതിൽ തന്നെ എനിക്ക് 2 നറുക്ക് കിട്ടി, 2 കുറി. അതെനിക്കൊരു ചാൻസായിട്ട് ദൈവം തന്നതാണ്. ആ ചാൻസ് ഞാൻ ശരിയായി ഉപയോഗിച്ചു. ദൈവത്തിന് മഹത്വമുണ്ടാവട്ടെ. എൻ്റെ ഹസ്ബൻഡ് നേരത്തെ ജോലി ചെയ്ത സ്ഥലത്ത് റിട്ടയർഡായി. ഹല്ലേലൂയ. ഈ സഹോദരി ഹസ്ബൻഡ് എനിക്ക് തോന്നുന്നു 2 ആഴ്ച ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നു. ഹസ്ബൻഡിന് വേണ്ടി ഒരു വാക്ക് സാക്ഷ്യം പറയണം കേട്ടോ. ഹസ്ബൻഡ് എന്നോട് വന്ന് പറഞ്ഞത്, പാസേ അവിടുന്ന് ഇറങ്ങി എൻ്റെ മോൻ അവിടെ ജോലി കൊടുത്തു, പക്ഷേ എൻ്റെ കാര്യം ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല, കാരണം പ്രായമായി. ആ സമയത്ത് എൻ്റെ വായിലൊരു ജോലി സ്ഥലം വെളിപ്പെട്ടിരുന്നു. ഞാൻ പറഞ്ഞു അവിടെ തന്നെ കിട്ടും, പിടിച്ചു നിന്നോ, പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഒരു വാക്ക് സാക്ഷ്യം പറഞ്ഞാട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഞങ്ങളൊരു ജോലിക്ക് വേണ്ടി എൻ്റെ ഭർത്താവിന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ വിഷയം ഞങ്ങൾ പാസ്റ്ററുടെ പറഞ്ഞ്, പാസ്റ്റർ ഞങ്ങളോട് പറഞ്ഞ് ഉപവാസം കഴിഞ്ഞാൽ അടുത്ത ബുധനാഴ്ച ജോലി കിട്ടുമെന്ന്. പക്ഷേ ഞങ്ങളത് ഏറ്റെടുത്തു. അടുത്ത ബുധനാഴ്ച തന്നെ ഞങ്ങൾ ജോലിക്ക് എൻ്റെ ഭർത്താവ് കയറി. അത് ദൈവത്തിന് മഹത്വം. പ്രാർത്ഥിച്ച പാസ്റ്റർക്ക് മഹത്വം. പിന്നെ എന്നെ പറയുവാണെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും നിൽക്കേണ്ട ഒരു വ്യക്തിയല്ല. പക്ഷേ എൻ്റെ കൂടെ ചികിത്സയ്ക്ക് പോയവരെല്ലാം അവശതയിലായി. പക്ഷേ എന്നെ എന്നും ദൈവം എന്നെ ഇങ്ങനെ നിർത്തുന്നു. എൻ്റെ രൂപം മാറിയില്ല. അത് തന്നെ എനിക്ക് വലിയൊരു സന്തോഷം. എൻ്റെ അപ്പന് മഹത്വം തന്നെ ഞാൻ കൊടുക്കുന്നു. ആമേൻ. ഈ സഹോദരിയുടെ ചികിത്സയ്ക്ക് പോയവരെല്ലാം ഒന്നും കിടപ്പില്ല. പക്ഷേ ഈ സഹോദരി ഇന്നും കർത്താവിനെ ഉയർത്തിക്കൊണ്ടിരിക്കുക. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. എൻ്റെ പേര് ജോയി എന്നാണ്. ഞാൻ ശ്രീകാര്യത്ത് താമസിക്കുന്നു. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് സൈറ്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം സ്വന്തമായിട്ട് വർക്കെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് സ്വന്തമായിട്ട് വർക്കെടുത്ത് ചെയ്തുകൊണ്ടിരുന്നു. ഫുള്ള് കടം കയറി വർക്കൊക്കെ പോയി പ്രശ്നങ്ങളായിരുന്നു.
കേസും ബഹളമായി. പിന്നെ ഒരുപാട് കടക്കാർ വന്ന് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ആത്മഹത്യയുടെ ഒരു വക്കീൽ വരെ എത്തി. അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പം അമ്മയുടെ കൂടെ ഒരു പ്രാവശ്യം പാസ്റ്ററിൻ്റെ ചർച്ചിൽ വരാൻ പറ്റി. ആ സമയത്ത് പാസ്റ്റർ എനിക്ക് വേണ്ടി ഒരു ദൂത് പറഞ്ഞു. കഴിഞ്ഞ ഒരു 3 മാസത്തിന് മുമ്പ് ഒരു ദൂത് പറഞ്ഞു. അതിന് മുമ്പ് ഒരു ആത്മഹത്യ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. പാസ്റ്റർ പറഞ്ഞു, ഇനി ഒരു 4 ആഴ്ച സ്ഥിരമായിട്ട് വരണം, നിനക്ക് ദൈവം ഒരു വഴി തുറക്കാൻ പോവുകയാണ്, ഉടൻ തന്നെ നിനക്ക് ഒരു യാത്രയ്ക്ക് തയ്യാറായിക്കൊള്ളാൻ പറഞ്ഞു. പിന്നെ ബൈക്കിൽ സ്ഥിരം ഇങ്ങനെ പോകുന്നൊരു അനുഭവത്തിൽ നിന്നൊരു മാറ്റം വരും. പിന്നെ ഒരു യാത്രയും ഒരു ജോലിയിലെ കേസും പാസ്റ്റർ പറഞ്ഞായിരുന്നു. അങ്ങനെ അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ആലോചിച്ചു, എവിടെ യാത്ര പോകാനാണ്, അത്രയും പ്രശ്നങ്ങളാണ്. അപ്പം പാസ്റ്റർ പറഞ്ഞപ്പം ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നു. അന്ന് അടുത്ത ദിവസം തന്നെ എൻ്റെ അനിയത്തി വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ ഒരു ബാംഗ്ലൂർ കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് ചെല്ലാനായിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ 3ാമത്തെ ദിവസം ഞാൻ ഇവിടെ നിന്ന് ബാംഗ്ലൂർ ട്രെയിൻ ടിക്കറ്റ് എടുത്ത് പോയി ഇൻ്റർവ്യൂവിന് പോയി. ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പക്ഷേ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടൊന്നും ഒരു മാറ്റമില്ല. തിരിച്ച് വന്നു. അതിപ്പോൾ വിളിക്കാമെന്ന് വെച്ചിട്ട് ആരും എന്നെ വിളിച്ചില്ല. വീണ്ടും ഞാൻ പാസ്റ്ററിൻ്റെ പള്ളിയിൽ വീണ്ടും അടുത്ത ആഴ്ച വന്നു. പാസ്റ്റർ വീണ്ടും പറഞ്ഞു എൻ്റെ അടുത്ത്, നിന്നെ ദൈവം അനുഗ്രഹിക്കും, ഉടനെ ഒരു മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ അടുത്തൊരു കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. ആർക്കിടെക്ചറൽ സ്റ്റുഡിയോ എന്നും പറഞ്ഞിട്ട് ARK, അവിടെ സൈറ്റ് എഞ്ചിനീയറായിട്ട് ഇൻ്റർവ്യൂ ഇല്ലാതെ തന്നെ എനിക്ക് അവിടെ പോസ്റ്റിംഗ് കിട്ടി. പിന്നെ ചെന്ന് അപ്പം തന്നെ ഇൻ്റർവ്യൂ ഒന്നും ചോദിച്ചില്ല, അവർ പോസ്റ്റിംഗ് കിട്ടി. ഇപ്പോൾ എനിക്ക് തിരിച്ച് അന്ന് ആദ്യം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ബാംഗ്ലൂരിൽ ഇവിടുത്തെ സാറ് പറഞ്ഞു, അവിടെ ഒരു പുതിയ പ്രോജക്റ്റ് 300 ഫ്ലോട്ട് തിരിച്ചിട്ടൊരു പ്രോജക്റ്റിൽ എന്നെ ഇൻചാർജ് ആക്കി. ഇപ്പം 3 മാസത്തിനകത്ത് ഞാൻ പോവും. സാലറി മാത്രമല്ല, പ്രോഫിറ്റ് ഷെയറും കൂടെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോകുന്നതുകൊണ്ട് വർക്കിൻ്റെ പ്രോഫിറ്റ് ഷെയറും കൂടെ തരാമെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നൊരു സാക്ഷ്യവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ കർത്താവ് അനുവദിച്ചതിനായി കർത്താവിന് നന്ദി പറയുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ ഒരു 4 വർഷം മുമ്പ് ഞാൻ ചർച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും റോയങ്കളാണെങ്കിൽ പറഞ്ഞായിരുന്നു MBBS കർത്താവ് പഠിപ്പിക്കുമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാനിപ്പോൾ MBBS പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഈ വർഷം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, എനിക്ക് പെട്ടെന്ന് ഫീസൊന്നും അടയ്ക്കാൻ പറ്റാണ്ട് ഞാൻ വളരെ വലിയൊരു വിഷമത്തിലായി. എന്നെ എക്സാം എഴുതാനൊന്നും ഒരാൾ സമ്മതിച്ചില്ല. അപ്പോൾ ഞാൻ വളരെയധികം ഭാരപ്പെട്ടു, ഭയങ്കര വിഷമത്തിലായിരുന്നു. ഞാൻ ദൈവമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഞാൻ ദൈവത്തോട് ഇങ്ങനെ കുറേ കാര്യങ്ങളിങ്ങനെ പുറത്തുകൊണ്ടിരുന്നു. കാരണം എൻ്റെ കാര്യങ്ങൾ മാത്രമൊന്നും നടക്കുന്നില്ല. കാരണം എല്ലാവരും കളിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു എന്നെ. നീ ഭയങ്കര പ്രാർത്ഥനക്കാരിയാന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ദൈവം നിനക്ക് മാത്രം ഫീസ് തരാത്തത്, നീ എന്തുകൊണ്ട് എക്സാം എഴുതാൻ പറ്റാത്തെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ റോയങ്ങളുടെ അടുത്ത് എൻ്റെ വീട്ടിലുള്ളവർ വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒരു ലോൺ ആക്ഷനായി കിട്ടി. എനിക്ക് ഫീസ് അടയ്ക്കാൻ പറ്റി. ഞാൻ ഇന്ന് എക്സാം മൊത്തം എഴുതി കംപ്ലീറ്റ് ആയി. എൻ്റെ 4th ഇയർ കംപ്ലീറ്റ് ആയി. സ്റ്റിൽ ഇനി 1 വർഷം കൂടെ ഞാൻ പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. നടത്തിയ വിധങ്ങൾക്കായിട്ട് കർത്താവിനെ ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. 4 വർഷം കംപ്ലീറ്റ് ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചതിനായി നന്ദി. പ്രിയരെ, ഈ വചനവും ഈ സാക്ഷ്യവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായെന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കടകുളം അടച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇന്ന് കാണുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോ മക്കളും സൗഖ്യമാകേണ്ടതിനായിട്ടും ഓരോ മക്കളും വിടുതൽ പ്രാപിക്കുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. ഇവരെ തലമുറ വിഷയത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമെന്ന്. നാളുകളായി വിവാഹം നടക്കാത്തവരുണ്ട്, തലമുറ ഇല്ലാത്തവരുണ്ട്. കർത്താവെ, അവർക്കെല്ലാം വേണ്ടി ഇന്ന് രാത്രി ദൈവത്തിൻ്റെ കരം വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുക. അപ്പാ, അങ്ങ് ഒരു വഴി ഇവർക്ക് വേണ്ടി തുറക്കണമേ അപ്പ. ബിസിനസ് ചെയ്യുന്നവരുണ്ടപ്പാ, ഇന്ന് രാത്രി കണ്ണുനീരോടെ ശ്രദ്ധിക്കുന്നവരുണ്ടപ്പാ, അവരെല്ലാം അങ്ങയുടെ കരത്തിലോട്ട് ഞാൻ ഏൽപ്പിക്കുകയാണ്. അത്ഭുതങ്ങൾ ചെയ്യണമേ അപ്പ, അതിശയങ്ങൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഓരോ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ അപ്പ. സന്തോഷം എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. സന്തോഷത്തിന് വേണ്ടി ഒരു വലിയ ദൈവം പ്രവർത്തി കർത്താവെ. അതേപോലെ തന്നെ ബിജുവിന് വേണ്ടി ഒരത്ഭുത വഴി ദൈവം തുറക്കുകയാണ് കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് വിനോദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരം വെളിപ്പെടുത്തണമേ അപ്പ. സുമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബ പ്രശ്നങ്ങൾ മാറട്ടെ അപ്പ. അത്ഭുതം ദൈവം ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ശീലസസിന് വേണ്ടി തലമുറ വിഷയത്തിനകത്തൊരു അത്ഭുതം ദൈവം ചെയ്യുകയാണ് കർത്താവെ. ഓരോ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. ഞങ്ങളെ കാണുന്ന ഞങ്ങളെ കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിനകത്തും വലിയ ദൈവപ്രവൃത്തികൾ സംഭവിക്കട്ടെ കർത്താവെ. അങ്ങയുടെ തിരുപാദത്തിലോട്ട് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് അപ്പ. അങ്ങയുടെ സംരക്ഷണം, അങ്ങയുടെ കരം, അങ്ങയുടെ സ്പർശനം ഈ മക്കളുടെ മേളിൽ വെളിപ്പെട്ട് വരട്ടെ അപ്പ. മുമ്പോട്ടുള്ള ആ ഓരോ
ഓരോ വിഷയത്തിനകത്തും ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഇപ്പോൾ അങ്ങ് കരം പിടിച്ചു വഴി നടത്തുന്നതിനായി സ്തോത്രം. കർത്താവെ, അങ്ങയുടെ കരത്തിൽ ഓട്ടി മക്കളെ ഞാൻ ഏൽപ്പിക്കുകയാണ്. വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ അപ്പ. ഹാർട്ട് പ്രോബ്ലം മാറട്ടെ അപ്പ. എന്നെ ശ്രദ്ധിക്കുന്ന മുട്ടുവേദനയുള്ളവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ അപ്പ. കർത്താവെ, നെക്ക് പെയിൻ ഉള്ളവർ സൗഖ്യമാകട്ടെ. നീണ്ട നാളുകളായിട്ട് കണ്ണിന് വിഷയമുള്ളവർ സൗഖ്യമാകട്ടെ അപ്പ. തൊണ്ടയ്ക്ക് പ്രോബ്ലം ഉള്ളവർ സൗഖ്യമാകട്ടെ. നെഞ്ചുവേദന സൗഖ്യമാകട്ടെ അപ്പ. അരയ്ക്ക് താഴ്പോട്ടുള്ള തടസ്സങ്ങൾ മാറട്ടെ അപ്പ. അത്ഭുത വിടുതലുകൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ അപ്പ. അങ്ങ് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം, അങ്ങ് ചലിക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പ. വലിയ വിടുതലുകൾ സംഭവിക്കണം, വലിയ ദൈവപ്രവൃത്തികൾ സംഭവിക്കണമേ. ശലാധരഘടകസ്യാധേയ കർത്താവെ, അത്ഭുതങ്ങൾ നടന്നു കഴിഞ്ഞതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. പ്രവർത്തിച്ചതിനായി നന്ദി. ആമേൻ, 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 ആമേൻ. പ്രിയരേ, ഈ വചനവും ഈ പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. വേഗത്തിൽ തന്നെ ഈ കാണുന്ന നമ്പറുകളിൽ വിളിച്ചു നിങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുകയും സാക്ഷ്യങ്ങൾ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഈ എപ്പിസോഡുകൾക്ക് സഹായിക്കാൻ പറ്റുന്നവർ, സ്പോൺസർ ചെയ്യാൻ പറ്റുന്നവർ നിങ്ങൾ സഹായിക്കണമേ. ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരും. അതേപോലെ നമ്മുടെ ഈ യൂട്യൂബ് ചാനലും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 മണി മുതൽ നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. അനേക ആയിരങ്ങൾക്ക് അത് വിടുതലായിട്ടുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കാൻ നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഹല്ലേലൂയ, നമുക്ക് വിവിധ സ്ഥലങ്ങളിൽ ആരാധന നടക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് കടന്നു വന്ന് ആരാധനയിൽ അറ്റൻഡ് ചെയ്യാൻ തയ്യാറാകണമെന്ന് ഓർപ്പിക്കുകയാണ്. ദൈവപ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോഴേയും സുഖത്തിലെ ദൈവങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.